എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നിപ്പോ മകരം 1 തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് 1 തീയതിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കുന്നത്. യൂണിവേഴ്സിന്റെ ഇന്നത്തെ മെസ്സേജ് എന്താണ്? 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 യൂണിവേഴ്സിന്റെ വേൾഡ് കാർഡാണ്. ഫസ്റ്റ് ആണ് വന്നത് വേൾഡ് കാർഡിന്. ഇത് നിങ്ങൾക്കിന്ന് ഒരു വിജയത്തിന്റെ കാർഡാണ്. നിങ്ങൾക്കിന്ന് നല്ലതൊക്കെ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു എന്താ പറയുക, ലോകം ഒരു ജീവിത ചക്രത്തിന്റെ അവസാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് വരാൻ പോകണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജീവിതചക്രത്തിനുള്ള ഒരു ഇടവേള കഴിഞ്ഞ കുറെ മോശം കഴിഞ്ഞിട്ട് ഇനി നല്ലത് വരാൻ പോണം. അപ്പൊ അതിനുള്ളൊരു ഇടവേളയാണ്. ഏത് കാര്യത്തിനും വിജയകരമായ ഒരു നിഗമനമുണ്ട്. തീരുമാനങ്ങളെ ശരിയായിരിക്കാം. ഈ കാര്യം ഒരു പുതിയൊരു യാത്രയുടെ ഒരു ആദ്യ തുടക്കമാണ്. അപ്പൊ നിങ്ങളൊരു നല്ലൊരു കാലം വരാൻ പോവാണ്. നിങ്ങൾക്ക് നല്ലൊരു തുടക്കം വരാൻ പോവാണ്. ഒരു വിദേശ യാത്ര ജോലി ചെയ്യാനുള്ളൊരു സമയം. വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. വസ്തു വാങ്ങിക്കാനോ വിൽക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കാം. നിങ്ങളിപ്പോ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നല്ല ഡീപ്പ് ലവ് ആണെന്നാണ് പറയുന്നത്. നന്നായിട്ട് സ്നേഹിക്കും. നിങ്ങൾ നല്ല സ്നേഹമുള്ളവരായിരിക്കും. ഇന്ന് നിങ്ങളെ കാണാനോ വിളിക്കാനോ ഒക്കെ നല്ല സാധ്യതയാണ്. പിന്നെ 9 ഓഫ് പെന്റക്കിൾസ് എന്താണ്, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പറയണത്. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ആരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷവും നല്ല ആഡംബരമായ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല സമ്പത്തുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെന്ന് നിങ്ങളിലേക്ക് എല്ലാം നല്ലതാണെന്ന് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത്തിരി പ്രായമായിട്ട് സ്നേഹിക്കുന്നവരിത് കാണുന്നുണ്ട് കേട്ടോ. ഇത്തിരി വിവാഹം കഴിഞ്ഞിട്ട് വേറെ ഒരു സ്നേഹമുള്ളവര് ലവ് ഉള്ളവര് ഇത് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രായമായ സമയത്തുള്ള ഒരു പ്രണയത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആള് നിങ്ങളെ വിളിക്കാനോ കാണാനോ ഒക്കെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതും എന്താണ്, പങ്കിടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂതഗന്ധങ്ങളുടെ സന്തോഷം, ഇന്ന് വളരെ സന്തോഷം ഉണ്ടാവുന്ന സമയമാണ്, ദിവസമാണ്. സന്തോഷം ഭൂതകാലത്തിൽ നിന്ന് വരുന്ന പറയുന്നത്. നിങ്ങളെ പഴയ ഒരു സുഹൃത്തിനെ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ബന്ധം വീണ്ടും ഒന്നും കൂടി നല്ല ദൃഢതയിൽ വരാം. ഒന്നും കൂടി അവരെ കാണുക. അങ്ങനെ പഴയ കാലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു സന്തോഷം വരുന്നെന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങളിലേക്ക് ആരെങ്കിലും വരിക, പഴയ
പഴയ കൂട്ടുകാരെ കാണുക, അല്ലെങ്കിൽ പഴയ ബന്ധം നിങ്ങളിപ്പോ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവരൊന്നും കൂടെ നിങ്ങളുടെ അടുത്ത് മിണ്ടി വരെ, നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമായിട്ട് വരെ, അങ്ങനെ പഴയ കാലത്ത് നിന്ന് നിങ്ങൾക്ക് എന്തോന്ന് വരുന്നുണ്ട്. ബിസിനസ്സിലായാലും നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്ന പഴയത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നല്ല സന്തോഷം കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എയ്റ്റ് ഓഫ് സോർട്സ്, അത് കുറച്ച് പേർക്ക് ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, കുറച്ച് പേർക്കൊക്കെ നല്ലത്, വളരെ നല്ലതാണ് വന്നത്. കുറച്ച് പേർക്ക് ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായിട്ടൊന്ന് പരിക്കേൽക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കെണിയിലാകപ്പെടാനൊക്കെ ഒരു സാധ്യതയുണ്ട്, ഒരു കുടുക്കിലാകപ്പെടാനൊക്കെ സാധ്യതയുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, ഒരു കുടുക്കിലകപ്പെട്ട പോലെ, അങ്ങനെ ആകെ സ്റ്റക്കായ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഒരു കുടുക്കിലകപ്പെട്ട പോലെ, ഒരു കെണിയിലാകപ്പെട്ട പോലെയൊക്കെ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. മുന്നറിയിപ്പ്, അതിനൊരു മുന്നറിയിപ്പ് തരുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ചാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവാം കേട്ടോ. സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ, ഇരയുടെ മാനസികാവസ്ഥ, സ്വയം തടഞ്ഞു നിർത്തൽ, നിഷേധാത്മകമായ സ്വയം സംസാരം, ഒരു കൊടുങ്കല്, ആകെ ഒരു എന്താ പറയാ, ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്നാ പറയണേ. ഒരു തടവിലാക്കപ്പെട്ട പോലെ, ഒരു ശക്തി നഷ്ടപ്പെടുന്ന പോലെ കാഴ്ചപ്പാട്, അങ്ങനെ ഇതൊരു നിങ്ങള് ഒരുപാട് പ്രയാസങ്ങൾ കുറച്ച് പേർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കുറച്ച് പേരൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് പേർക്ക് വളരെ നല്ലതാണ്. പിന്നെ 9 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 9 ഓഫ് വാണ്ട് എന്ന് നിങ്ങളുടെ സ്ട്രെങ്ത്തിന് തിരിച്ചറിയാനുള്ള കഴിവ്, നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അത് നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നവർ, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കുക, വിജയത്തിന് വേണ്ടി എഫർട്ട് എടുക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്ന പറഞ്ഞത്. പിന്നെ ജഡ്ജ്മെന്റ് ആണ് ലാസ്റ്റ് വന്ന. നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന് നിങ്ങൾ ദൈവത്തോട് എന്തിനോ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനോ ആഗ്രഹിച്ചിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ഏഞ്ചല്, ഇതെല്ലാവരും കാണുന്നതല്ലേ, ഒരു ദേവതയുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ ദേവത നിങ്ങൾക്ക് ഒപ്പം ഉണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി സ്വാതന്ത്ര്യം, പുതിയ ജീവിതമൊക്കെ നേടുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന പറയുന്ന നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ട് ആ ഒരു ദേവി, അല്ലെങ്കിൽ ആ ഒരു ശക്തി, ഒരു ദേവത നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് നല്ലത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ആള് നിങ്ങളെ അടുത്ത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇന്ന് മിണ്ടാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ വിളിക്കാനോ നിങ്ങളെ കാണാനോ നിങ്ങളടുത്ത് തിരിച്ചു വരാനായിട്ടൊരു സാധ്യതയുണ്ടെന്ന് കേട്ടോ. ന്യൂ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ട്. ലൈഫിന്റെ ഒരു പഴയ കാലഘട്ടം അവസാനിച്ചു, ഇനി ഒരു നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്ന പറഞ്ഞ. അപ്പൊ അവർ തിരിച്ചു വരാനുള്ളൊരു യോഗം ഉണ്ടെന്ന്. അപ്പൊ എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.